എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് ഞങ്ങളെയാണ് ഒരു കാത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചിയും അമ്മയും ഞങ്ങൾ അടുക്കളയിലൊക്കെ ആയിട്ട് തകൃതിയായിട്ടുള്ളൊരു പണിയാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഒരു പിക്നിക്ക് പോവാണ്. കുട്ടികളെയും കൊണ്ട് ഇത്തവണ വെക്കേഷനായിട്ട് എങ്ങോട്ടും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു വൺ ഡേ ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ചിമ്മിനി ഡാം. ഞങ്ങളാണെങ്കിൽ ഇന്നേ വരെ ചിമ്മിനി ഡാം പോയി കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്ര അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയിലാണ് ഞാനും അമ്മയും ചേച്ചിയും ഒക്കെ. ഞങ്ങൾ ഏകദേശം വീട്ടിൽ നിന്ന് 11 മണിക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം യാത്രയൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യാം. ചേച്ചിയൊന്നും ഇപ്രാവശ്യം വെക്കേഷന് വന്നിട്ട് നമ്മൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അധികം ദിവസമൊന്നും എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വെക്കേഷന്. അപ്പോൾ എന്തായാലും ഈ ഒരു സൺഡേ നമ്മൾ പിള്ളേരെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന ദിവസം പ്ലാൻ ചെയ്തപ്പോഴോ ഒടുക്കത്തെ മഴയും. നമ്മൾ വിചാരിച്ചു കാറിൽ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും, അത്രയധികം മഴയായിരുന്നു. പോകുന്ന വഴിക്കും നിറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിൽ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തൃശ്ശൂർ എത്തിയപ്പോഴേക്കും മാനൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങി. മഴയൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും ഇല്ലാണ്ടായി. നമ്മൾ ടോൾ പ്ലാസ ഒക്കെ കടന്നു പോയതിന് ശേഷം ചിമ്മിനി ഡാം എത്താനായി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണാനായിട്ട് ഉണ്ടാവുക കേട്ടോ. രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്, നടുക്കിൽ നല്ല വിശാലമായിട്ടുള്ള റോഡ്, നല്ല അടിപൊളി റോഡാണ്. അതുപോലെ തന്നെ ഇവിടെ മഴയൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊരു മഞ്ഞോ കോടയൊക്കെ ഇറങ്ങി വരുന്ന പോലെയുള്ളൊരു ഫീലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ആയിട്ടാണ് ഈ വഴി കൂടെ പോകുന്നത്. ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി യാത്രയായിരുന്നു. അവസാനം നമ്മൾ ചിമ്മിനി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ചെന്നിട്ട് നമ്മളൊരു പാസ് എടുക്കണം ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയവർക്ക് 40 രൂപയും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 55 രൂപയാണ് അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാസും എടുത്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. ചിമ്മിനി ഡാം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് വഴികൾ കാണാനായിട്ട് പറ്റും. ഏത് വഴിയിലും പോയി കഴിഞ്ഞാലും ഡാമിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യൂ പോയിന്റിലാണ് എത്തുക. ഞങ്ങൾ നേരെ മുകളിലാണ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്കിലെ ഒരു ചേട്ടൻ എന്തോ അവിടെ ചെയ്യുന്നുണ്ട്. മീൻ പിടിക്കൊന്നല്ല, വേറെ എന്തോ ആണ് ചെയ്യുന്നത്, കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്കും സമയം ഉച്ചയായി, ലഞ്ച് കഴിക്കാനായിട്ടുള്ള സമയമായി. അവിടെ അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു വാച്ച്മാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആളോട് ചോദിച്ചപ്പോൾ ആള് ഈ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കെട്ടും വാണ്ടവും ഫുഡും ഒക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയി. പിന്നെ എല്ലാവരും സെൽഫായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങിട്ടോ. ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുരങ്ങന്മാരുടെ ശല്യമൊന്നും ഇല്ല കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുരങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സമാധാനമായിട്ട് നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അതിൻ്റെ ശല്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളെല്ലാവരും ഇരുന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ബാക്കി വന്നത് നേരെ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ്. അവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുവന്ന കവറിൽ തന്നെ കെട്ടി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം തിരിച്ചിറങ്ങാണ്. സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇവിടുത്തെ ഗേറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിരുന്നില്ല ഡാമിൻ്റെ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് അന്വേഷിച്ച് പിടിച്ച് പോവുകയാണ്. ഇവിടെ കയറിയപ്പോൾ റേഞ്ച് ഇല്ല, നെറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരോട് ചോദിച്ചറിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ കവറും കാര്യങ്ങളൊക്കെ ഡിക്കിയിൽ വെച്ചു. ഞങ്ങളെല്ലാവരും കയറിയിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഡാമിൻ്റെ വ്യൂ കണ്ടത് കേട്ടോ. ഇവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ 2-3 ദിവസം തകൃതിയായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇവിടെ ഡാം ചെറുതായിട്ടെങ്കിലും തുറന്നിട്ടുണ്ടാവുമെന്ന്. പക്ഷേ അവിടെ ഡാമിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷട്ടറുകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷനൊക്കെ അവിടെ തന്നെ ഞങ്ങൾ എന്താ പറയുക പോയപ്പോഴേക്കും അതൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വന്നതല്ലേ, നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് നടക്കുന്ന നടപ്പാണ്. ഇവിടെ വന്നപ്പോഴും വെള്ളത്തിൻ്റെ അവസ്ഥ എങ്ങനെ തന്നെയാണ്, ഇതിനേക്കാളും ഒരുപാട് വെള്ളം വേണം എന്നാലാണ് ഡാം തുറക്കുള്ളൂ എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്. എങ്കിലും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നടന്നു പോകാനായിട്ടുണ്ടായിരുന്നു ഈ ഒരു വഴിയിൽ കൂടി. ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ നടന്നു കഴിയുമ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിട്ടോ. ഇവിടെയാണ് കുറച്ചെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഇവിടെ നല്ല അടിപൊളി ഊഞ്ഞാലുണ്ട്, കുട്ടികൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ചായ കുടിച്ചിരിക്കാനും വർത്താനം പറയാനൊക്കെ പറ്റുന്ന സ്പോട്ടാണിത്.
ഇവിടെയാണ് കൊട്ടവഞ്ചിയുടെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. ഇതിലേക്ക് വേറൊരു എൻട്രൻസ് ഉണ്ട്, നമുക്ക് കാറും കൊണ്ട് വരാവുന്നതാണ്. പക്ഷെ ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തായാലും നടന്നു വന്നു. പെട്ടെന്നാണ് അവിടെ നിന്ന് പോലീസുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ ഒരു സ്പോട്ടിലേക്ക് പോകുന്നത് കണ്ടത്. അനുവാദമില്ലാതെ അവിടെ കുളിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ആരും കുളിക്കാനൊന്നും ഇറങ്ങാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ എന്തായാലും കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് തീരുമാനിച്ചു. ഒരു കൊട്ടവഞ്ചിക്ക് 500 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. 4 വലിയവർക്കും ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് ഈ ഒരു കൊട്ടവഞ്ചിയിൽ കയറാം. അപ്പോൾ ഞങ്ങൾ 4 വലിയവരും കല്യാണിനും കൂടിയിട്ടാണ് ഈ ഒരു വഞ്ചിയിൽ നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റിയും ഇതൊക്കെയായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കൊട്ടവഞ്ചിയിൽ കയറുന്നത്. ഞാൻ മാത്രമല്ല, ചേട്ടനായാലും മക്കളായാലും എല്ലാവരും ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കൊട്ടവഞ്ചിയിൽ 4 വലിയവർക്കും ഒരു കുട്ടിക്കും മാത്രമേ കയറാനായിട്ട് പറ്റുള്ളൂ. ഞങ്ങൾ 5 വലിയവരും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കയറുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. ചേച്ചി മറ്റൊരു ഫാമിലിയുടെ കൂടെ വേറൊരു വഞ്ചിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ഞങ്ങളെ കൊട്ടവഞ്ചിയിൽ കൊണ്ടുവന്ന ആ ചേട്ടനോട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് ചെറുതായിട്ടെങ്കിലും തിരക്കുണ്ടാവുക, അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നതും ആ ദിവസങ്ങളിലാണ്. ഞങ്ങൾ കയറിയ സമയത്ത് ചെറുതായിട്ട് മാനം കറക്കാനൊക്കെ തുടങ്ങി. പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ വിചാരിച്ചു ഈ പരിപാടിയും ഫ്ലോപ്പായി, ഇനി തിരിച്ച് റിട്ടേൺ പോകേണ്ടി വരുന്നത്. പക്ഷേ റിട്ടേൺ ഒന്നും പോകേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ മഴ കുറഞ്ഞതും കോടയൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിട്ടോ. ഇത്രയും വലിയ ഡാമിൻ്റെ നടുക്കിൽ നമ്മൾ കൊട്ടവഞ്ചിയിൽ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്ത് വെള്ളം കുടിക്കാനായിട്ട് ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ വരാറുണ്ട്, മയിലിനൊക്കെ കാണാറുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾക്കൊന്നും അതിനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി മയിലിനെ കണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടില്ല എന്തായാലും. അതിനുശേഷം തിരിച്ച് നമ്മൾ നിന്നിരുന്ന ഭാഗത്ത് തന്നെ വന്നിട്ട് ചേട്ടനെയും അക്ഷയനെയും അവിടെ ഇറക്കി കൊടുത്തു. അതിനുശേഷം ഇതുപോലെ കറക്കുകയാണ് കേട്ടോ. കൊട്ടവഞ്ചി ഇങ്ങനെ കിടന്ന് വട്ടം ചുറ്റുമാണ്. ചേട്ടന് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയർ ബാലൻസ് പോവും. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചേച്ചിയുടെ മോനും കല്യാണം കൂടിയിട്ടാണ് ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിറങ്ങാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്ത് അധികം മഴയോ അല്ലാന്നുണ്ടെങ്കിൽ അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഡാം ചിലപ്പോൾ തുറന്നിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ മിസ് ചെയ്യാണ്ട് പോകാൻ പറ്റുന്നവരൊക്കെ പോവുക. 5 മണിക്ക് മുന്നേ തന്നെ ചെക്ക് പോസ്റ്റ് കടക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ചിമ്മിനി ഡാമിൽ പോയതിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.